അങ്ങനെ നമ്മള് സ്റ്റാലിൻ മ്യൂസിയത്തിന്റെ അവിടെ ഇറങ്ങാൻ വേണ്ടിട്ട് അതെ. ഞാനേ ഫുഡ് നല്ലപോലെ കഴിച്ചപ്പോ ഉണ്ടല്ലോ, ഫുഡ് നല്ലപോലെ കഴിച്ചപ്പോ വണ്ടി കുറച്ച് ഓടിയപ്പോഴും നല്ല ക്ഷീണം. അപ്പൊ ഒന്ന് കണ്ണടച്ചു. കൊള്ളാം, നല്ല സുഖമായി. Okay, ayağını topike back panelini hand topide Spider-Man dedi. Spider-Man dedi. Adi the color. Okay, baby orange and baby is joyed orange. Me Zani Papa the ayah the even full sky of a sky. Ada ikada, bug kada, stick kada, take kada. And the next video ഇപ്പൊ വരാം. Okay, goodbye. അപ്പൊ ഇതാണ് സ്റ്റാലിന്റെ മ്യൂസിയം. അപ്പോൾ നമ്മള് ഇവിടുന്ന് വണ്ടികളൊക്കെ വരുന്നുണ്ട്, റോഡ് ക്രോസ് ചെയ്യണം, സൂക്ഷി. ഓക്കെ, അപ്പോൾ വണ്ടി നിർത്തി തന്നു. അപ്പോൾ നമുക്കവിടെ കയറാം. ഇത് സ്റ്റാലിൻ മുസോളിനി അല്ല ജോർജിയൻ ഫ്ലാഗ്, നെപ്പോളിയൻ സ്റ്റാലിൻ മുസോളിനി അൻസിലാണ്. അപ്പോൾ ബേബിക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാ ബേബി സ്ട്രോളർ പുറത്തിറങ്ങണം. ആൾ ഉറങ്ങാണ്. അപ്പോൾ ആളെ നമ്മൾ ബേബി സ്ട്രോളറിൽ കണ്ടെടുത്തു. കാരണം ആൾ ഉറങ്ങാണ്, നല്ല ഉറക്കത്തിലാണ്. വെയിറ്റ് ഞാൻ പിടിക്കാം. ഇതേ കാണുന്നു മ്യൂസിയത്തിൽ കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തതിൽ കാണുന്നുണ്ട്. സ്റ്റാഫ് ഓൺലി ആണ് അവിടെ. ഓക്കെ, ഈ കട്ടറിൽ കൂടെ ഒന്ന് കയറ്റാണ്ട് വരും. ഇപ്പൊ തരാം. ഹാനിക്ക് എന്തോ കാര്യമായിട്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹാനിക്ക് കൊടുക്കണത്. ഹാനി ഓൾറെഡി ഓണാ, ക്യാമറ ഓണാണ്. ഇവിടെ നമ്മൾ 4-wheel ഡ്രൈവ് ആണ് ഉപയോഗിക്കുന്നത്. സ്ട്രോളർ എടുത്തെങ്കിലും കൂടെ ഇവിടെ റോഡ് അത്ര ശരിയില്ല. റോഡെല്ലാം കട്ടിയിട്ട് വെക്കുന്നത്, ഈ ഭാഗത്ത് പ്രത്യേകിച്ച് സ്മൂത്തല്ല. ഇതാണോ മ്യൂസിയം? ആളെവിടെ പോയി? ഇത് പഴയകാല റഷ്യൻ നിർമ്മിത ഒരു ട്രെയിനാണെന്നൊക്കെ പറയല്ലേ. ട്രെയിനിന്റെ കറക്റ്റ് എല്ലാ പോർഷനും ഉണ്ട്, കണ്ടില്ലേ? താഴത്തുള്ള ഇതെല്ലാം ഉണ്ട്. ഈ ലാറിക്കൊക്കെ ഉണ്ടാവും അലൈൻമെന്റ് ഇതാക്കാൻ വേണ്ടിയുള്ള ഒരു പണ്ടത്തെ കാലത്ത് ട്രാക്കും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ട്രാക്കിന്റെ മുകളിൽ ശരിക്കും വെച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഒറിജിനൽ ആയിരിക്കും അല്ലേ? ഒറിജിനൽ പഴയ ഇത് കൊണ്ടുവച്ചിക്കണാവും. കണ്ടില്ലേ? 3878 അത് വേറെ Dogs friendly as you super English. Stalin home. Car. Okay. Papa denda papa. Musei, one person, 1.5 Ferrari, one person. One person, 1.5 Ferrari. No interest at musei. Nothing? Inside nothing? Oh, yeah, it's talking now. This one. Home. Okay. Which car? Okay. This house. Hey, child. അത് പ്രത്യേകിച്ച് അതിനുള്ളിൽ ഒന്നുമില്ല. അതാണ് അവര് പറഞ്ഞ വെറുതെ വാളും ഇതും മാത്രമുള്ളൂ.
അത് 15 ഇത് കൊടുക്കണം. നമ്മളോട് ഗൈഡ് പറഞ്ഞ് സ്റ്റാലിന്റെ വീടൊക്കെ കണ്ടാ മതി, മ്യൂസിയത്തിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഇതാണ് മ്യൂസിയം. സ്റ്റാലിന്റെ ഒരു പ്രതിമയുണ്ട് ഇവിടെ, ഒരു ഫോട്ടോ എടുക്കാവുന്നതാണ് എല്ലാവർക്കും. ഈ സ്റ്റാലിൻ എന്ന് പറയണ ആരാ? സ്റ്റാലിൻ എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒക്കെ ഉണ്ടാക്കിയതൊക്കെ സ്റ്റാലിനും നേതാവാണ് സ്റ്റാലിൻ. ആ ആ അവര് ഈ ഇതിന്റെ റഷ്യയുടെ ഒക്കെ ഏറ്റവും വിപ്ലവകാരിയായ നേതാവ്. അവരെ ദൈവം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ ആ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയുള്ളത് ഒരാരൊക്കെ പറയും. ആ ആ അവിടെ ഫോട്ടോ എടുക്കണ്ടേ? ഏത് സ്റ്റാലിന്റെ ഫ്രണ്ടിലാ? അവിടെ വന്നിട്ട് ആ എടുക്കാവാ. എന്നിട്ട് നമുക്ക് സ്റ്റാലിന്റെ വീട് കാണാം. അപ്പൊ ദേ സ്റ്റാലിന്റെ പ്രതിമയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇനിയിപ്പോ നേരെ സ്റ്റാലിന്റെ വീട് കാണാൻ വേണ്ടിട്ട് പോവാണ്. ചാലോ ജാനി ബാ. ആ ഇപ്പഴത്തെ കൂടെ അല്ലേ കയറുന്നത്? ഇപ്പുറത്തൂടെ പോവാം. സ്റ്റാലിന്റെ വീട് ബാക്കിലേക്ക് കാണുന്നതാണ് സ്റ്റാലിന്റെ വീട്. നടക്കാൻ ഒരുപാടുണ്ടല്ലോ. എന്ത് സ്റ്റാലിന്റെ വീട്ടിക്കാ? അല്ല, ഒരുപാട് നടക്കാനുണ്ടെന്ന് പറയും. ഇതാണ് വീടെന്ന് പറഞ്ഞിട്ട്? ഇതാണ് വീട് അല്ലേ? വീട് ഇതാണ്, ഇതേ കാണുന്നു. ഇതെങ്ങനെ വീടാവും? അത് സംരക്ഷിത മേഖലയായിട്ട് പണ്ട് കാലത്ത് കട്ട വെച്ചുണ്ടാക്കിയത്, അത് കണ്ടില്ലേ? ഓ ആ കുഞ്ഞേതായിരുന്നു വീട്. ആ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിക്കണാണ് ഇപ്പൊ ഈ കോട്ട പോലെ അല്ലേ? അതെ. കുഞ്ഞു വീട് അല്ലേ? ആ ഇതൊന്ന് കയറ്റി പൊക്കിയാൽ അവിടെ നിന്ന് പൊക്കിയ കാണുന്ന ഒരു ഡോറ്, പിന്നെ ഇവിടെ 1 2 3 4 4 വിൻഡോ ഉണ്ട്. ഇതിന് ഈ വീടിന് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. എന്തായാലും പണ്ടത്തെ കാലത്തുള്ള ഒരു വീടാണ്. അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അണ്ടർഗ്രൗണ്ട് കണ്ടോ? അണ്ടർഗ്രൗണ്ട് ഇതാന്ന് തോന്നണ വീടിന്റെ ഫ്രണ്ട്. വീടൊക്കെ ലോക്ക് ചെയ്തിട്ടേക്കാണ്. താഴത്തേക്കാണ്. ആ നമ്മ മേലെ കെട്ടിപ്പൊക്കണേന് വരെ ഇവര് 2 നിലയാക്കി, മേലെയും താഴെയാക്കി, അണ്ടർഗ്രൗണ്ട് ആക്കി. ചെറിയൊരു വീടാ. ഇനിയിപ്പൊ താഴത്തേക്ക് എന്തോരുണ്ടെന്ന് നമുക്കറിയില്ല. അല്ല, താഴത്തേക്ക് എത്ര ഉണ്ടായി കഴിഞ്ഞാലും ഇത് അത്ര വലിയൊരു ഇതല്ല. കാരണം ചെറിയൊരു ഒറ്റമുറി വീടാണ്. ആണോ? അപ്പൊ ഇതാണ് സ്റ്റാലിന്റെ വീട്. സ്റ്റാലിന്റെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവരിങ്ങനെ കെട്ടി. കമ്മ്യൂണിസ്റ്റ് അരിവാൾ, കമ്മ്യൂണിസ്റ്റ് കി ജയ്. ഇതാണ് ചാലു ഞങ്ങളുടെ പാർട്ടി. പാപ്പാടെ പാർട്ടി ഇതല്ല ചാലു, ഇത് ഞങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടി റിയൽ സ്റ്റാലിന്റെ വീടാണോ? യെസ്, റിയൽ സ്റ്റാലിന്റെ വീട്. അരിവാൾ, ചുറ്റിക, നക്ഷത്രം. അരിവാൾ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതേ കാണുന്ന കോർണറിലായിട്ട് അത് ഞാൻ കണ്ട്. അരിവാളൊക്കെ നിങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ചിഹ്നം.
ആരുടെ ഷിമിരെ അതെ ബാബയുടെ ചിഹ്നമില്ല അവിടെ അല്ല ബാബയുടെ ഇസ്ലാമിക ഇസ്ലാമിക് ലീഗ് ഇസ്ലാമിക് ലീഗ് മുസ്ലിം ലീഗ് ഇസ്ലാമിക് ലീഗ് ജോർജിയൻ യുവത്വം എന്ന് പറയാം. ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനൊക്കെ കുറച്ചുണ്ട് കേട്ടാ. ഇവരിപ്പോ ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയേക്കാണ്. ആ അതന്നെ. കോട്ട ഉണ്ട്, മ്യൂസിയം ഉണ്ട്, പിന്നെ ദേ ഇവിടെ ഒരു പാർക്ക് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതെ അവിടെ ഒക്കെ പാർക്ക് പോലെ അടിപൊളി സ്ഥലങ്ങള് ഇവിടൊക്കെ സൂപ്പറാണ് കേട്ടാ. ഇവിടൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ദേ ഹാനി നമുക്കത് ഡെമോൺസ്ട്രേഷൻ. ഹാനിക്ക് പറ്റൂല, ഇപ്പുറത്തൊന്ന് നോക്കി നോക്കിയേ, ട്രൈ ചെയ്യൂ. യു ക്യാൻ ഹാനി, യു ക്യാൻ. അതെ ഹാനിക്ക് അതീന്ന് വെള്ളം കുടിക്കാൻ പറ്റണില്ല. ചാലൊന്ന് കാണിച്ചു കൊടുത്ത അതീന്ന് എങ്ങനെയാണ് വെള്ളം കുടിക്കാന്ന്. ആർമേനിയയിലും ഇങ്ങനത്തെ വെച്ചേക്കണേ. അതെ അങ്ങനെയാണ് വെള്ളം കുടിക്കുക. സാനി കാണിച്ചു തന്നു. ഇപ്പൊ നെക്സ്റ്റ് ചാലു കാണിച്ചു തരും. ചാലു കാണിക്കൂ. ഹാനി കാണിച്ചോളൂ. തൊണ്ടവേന വരും. വന്നേ ബാബാ ബാബാ, കമോൺ കമോൺ. ഇവിടെ ഇങ്ങനെ ചെറിയ ബ്രിഡ്ജ് പോലെയും ഒക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. കുട്ടികൾക്ക് ഓടിച്ചാടി നടക്കാം. ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെഡ് റോസ് ഉണ്ട്, ലൈറ്റിംഗ് റോസ് ഉണ്ട്. അതന്നെ നല്ല നമ്മളെ നാട്ടിലെ പോലത്തെ അല്ല. ആ ചാലു ഇവിടെ നിന്നിട്ട് എടുക്കാം. ഇവിടെ വാ. See it? It's my cool, huh? അപ്പൊ കുറച്ചു നേരം റെസ്ക് എടുക്ക്. റെസ്കോ റെസ്റ്റ് ആണല്ലേ പറയാം. അപ്പൊ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് കരുതി. അപ്പൊ ഞങ്ങള് റെസ്റ്റ് എടുക്കരുത്. ബേബി സ്ട്രോളറിൽ കിടന്ന് ഉറങ്ങിയാണ് സുഖമായിട്ട്. കുറച്ച് തണുത്ത കാറ്റും ഉണ്ടെന്ന് പറയാം. ഇപ്പൊ കുറച്ച് നിന്നിരിക്കാൻ ഒരു തണുത്ത കാലാവസ്ഥ. ഇവിടുത്തെ ജോർജിയൻ യുവത്വങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതാ യുവതിയൊക്കെ നോക്കും. അതെല്ലാം അവർ സ്കൂളും കോളേജൊക്കെ വിട്ടിട്ട് പോകാൻ തോന്നുന്നുണ്ട്. സൈക്കിളിലും കുറേ പേര് നടന്നിട്ടും ഒക്കെ പോകുന്നുണ്ട്. കുറേ ആളുകൾ ഈ പാർക്കിൽ വിശ്രമിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കുറേ ആളുകൾ കടലയും കുറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ പുറകിൽ ഇപ്പോൾ ഒരാൾ കടല കുറിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളിപ്പോൾ ചാലു കാണിച്ചു തന്നു. ചാലുവിൻ്റെ കയ്യിലാണ് ക്യാമറ ഉള്ളത്. സാനി ഹാനി ഇവിടെ കുറച്ച് റീൽസ് ഒക്കെ എടുക്കും. മെസ്സി, എംപാപ്പെ, റൊണാൾഡോയുടെ ഒക്കെ കുറെ അതൊക്കെ നിങ്ങൾ ഷോർട്സിലാണ്. അപ്പൊ നിങ്ങൾ അത് കാണിച്ചാൽ മതി. ഇതൊന്നും ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരില്ല. ഇത് ഞാൻ ചെയ്ത ദിവസം ഞങ്ങൾ കാണിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്സിൽ പോയിട്ട് കാണാം. അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമ്മളങ്ങനെ സ്റ്റാലിൻ്റെ വീട്ടിൽ നിന്നും മ്യൂസിയത്തിൻ്റെ ഗാർഡനിൽ നിന്നൊക്കെ മെല്ലെ നീങ്ങി പോവാണ്. നമുക്കിനി ഒരു സ്ഥലം കൂടി കാണാനുണ്ട്. കാരണം ഇന്നത്തെ എനർജി എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഒരു സ്ഥലം ഇനിയിപ്പോൾ ഏതാ, കുറേ ലോങ് ആണോ എന്താണ്, എവിടെയാണ് സ്ഥലം പോകണമെന്നൊരു ഐഡിയ ഇല്ല. കാരണം 3 സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ വളരെ ടയേർഡായി. പാർക്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് നമ്മളിന്ന് 3 സ്ഥലം കൂടി കാണും. 3 സ്ഥലം കണ്ട് 2ാമത്തെ സ്ഥലം എത്തിയിട്ടുള്ളൂ.
അപ്പോൾ പോയി നോക്കാം അടുത്ത സ്ഥലം ഏതാണെന്നുള്ളത്. ടോട്ടലി ടയേർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിലോടത്തേക്ക് പോവാം. യെസ്, വണ്ടി പാർക്ക് ചെയ്തതിലോടത്തേക്ക് പോവാം. ബേബി ഇപ്പോഴും ഉറങ്ങണട്ടില്ലേ, നല്ല ഉറക്കത്തിലാ ബേബി. നമ്മുടെ നാട്ടിലൊക്കെ മിറ്റടിക്കാൻ ആരെങ്കിലും ഇതേപോലെ സ്റ്റൈലിൽ വരുമോ? വേണ്ട, ഇവിടെ മിറ്റടിക്കാനൊക്കെ വന്നിട്ടുള്ളത് കണ്ടില്ലേ, ഭയങ്കര സ്റ്റൈൽ ഡ്രസ്സിലൊക്കെ. ആള് മിറ്റടിക്കാൻ വേണ്ടി വന്ന സ്റ്റൈലാണ് ഈ കാണുന്നത്. ആ, ഗ്ലാമർ പോലെ അല്ലേ? ആരാ പറഞ്ഞ? യോ, ഇതെന്താ ഇങ്ങനെ പോകുന്നത്? അങ്ങനെ നമ്മൾ നമ്മളുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മളുടെ ഇന്നത്തെ പിന്നെ കൂടുതൽ റോഡ് കാര്യങ്ങളൊന്നും കാണിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മളിത് സ്ഥലത്ത് ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞല്ലോ, ഇവിടെ ഡ്രസ്സ് ഇങ്ങനെ ഇതാക്കി വെക്കാൻ വേണ്ടി വെച്ചുള്ളതാ, അല്ല അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനാ? അതേ, ഇവിടെ ഇതാണപ്പോൾ സ്ഥലം. നമുക്ക് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് ഈ ആ ഭാഗത്തൂടെ ആയിട്ട് ട്രെയിൻ പോണേ കാണാണ്ടാ. ഷിമി ട്രെയിൻ പോണ നോക്കി, അതേ പോണു ട്രെയിന്. ചാലു, ട്രെയിൻ അതേ പോണു, ട്രെയിന് അതേ പോകുന്നു. ട്രെയിന് കണ്ടാ? യെസ്, ട്രെയിൻ പോണു. ട്രെയിൻ അതേ ട്രെയിൻ പോണു കണ്ടാ? അങ്ങനെ ഇതാണ് സ്ഥലം. പെണ്ണ് ഭയങ്കര അതിൻ്റെ കൊച്ചിനെ കൊണ്ട് റീൽസ് എടുക്കുകയാണ്. റീൽസ്. ആഹാ, അവള് ഭയങ്കര ഡാൻസ് ഒക്കെ. ചേഞ്ചോ? കുറച്ച് സ്റ്റെപ്പ് കേറിയിട്ട് വേണം പോവാന്. അപ്പൊ ഹാനിക്ക് ഇനി എനർജി ഉണ്ടോ സ്റ്റെപ്പ് കേറാന്? ഓക്കെ, എങ്കിൽ അധികം ഓടണ്ട. രാത്രി ഞാനിന്ന് കാല് ഒഴിയേണ്ടി വരും. അത് പറയാനില്ല. അതെ, കണ്ട നല്ല അടിപൊളി സ്ഥലത്താണ് ഈ ചർച്ച ഉള്ളത്. കണ്ടില്ലേ? എടാ, നല്ല അടിപൊളി സ്ഥലത്താണ് ഉള്ളത്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി. അതിന്റെ കോട്ടയുടെ കുറെ ഭാഗങ്ങളൊക്കെ തകർന്ന് വീണ അതിന്റെ മതിലിന്റെ. കണ്ടില്ലേ? ആ ഒരു കുറെ നേരം വീഡിയോ എടുത്തിരുന്ന അവരെ ഇതിപ്പോ ചീത്തയായി. കണ്ടില്ലേ? ഫുള്ള് അടിപൊളി താഴ്വര. അവിടെ ആരൊക്കെയോ സർഫിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? അതേ ചെയ്യുന്നു, അവിടെ സർഫിങ് ചെയ്യുന്നുണ്ട്. അതേ പോകുന്നു ഇല്ലേ, സർഫിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് എവിടെയെങ്കിലും ഇതുണ്ടാവും, സർഫിങ് ഒക്കെ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവണം. അപ്പൊ അവിടുന്ന് അവരങ്ങനെ ചെയ്തു പോകുന്നതാണ് അങ്ങോട്ട്. കണ്ടില്ലേ? ആ ബിൽഡിങ്, ആ വീടുകളും കാര്യങ്ങളും ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും എല്ലാ വീടിന്റെയും ഭാഗത്തൊരു ചർച്ച് ഉണ്ടാവൂലേ? എണീറ്റോ ബേബി, എണീറ്റോ? ഇവിടെ നോക്ക് ബേബി. അവിടെ ഒരു നായ ഓടിപ്പോയി. അതിന്റെ ഇതാണ് നോക്കുന്നത്. ഓക്കെ, ഇതാണപ്പോൾ നമ്മൾ എത്തിയ ഇത് ചർച്ച്, മൊണാസ്ട്രി. ഇത് ഇതേപോലത്തെ സംഭവങ്ങൾ ഒരുപാടുണ്ട് ആ ഭാഗത്ത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, പള്ളിയാണോ? ഓ മൈ ഗോഡ്. ക്രിസ്ത്യൻ പള്ളിയാണ്.
ക്രിസ്ത്യൻ പള്ളിയാണ്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ എടുക്കാൻ പാടില്ല എന്നിട്ടാ ഞാനെന്നിട്ട് ഇതും പിടിച്ചിങ്ങ. സൂപ്പർ. എന്താ സ്ഥലം. ആ വണ്ടി സ്ലോയിൽ ഓ വണ്ടിയിൽ പോണോക്കെ എന്ത് സ്ലോ. ടോയ് കാർസില്ലേ, ടോയ് കാറിൽ പോവാനോ. ഓട്ടോമാറ്റിക് ടോയ് കാർ. ആ ബേബിയുടെ നിന്ന് ഇവിടെ പ്രിൻസസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ട, ഇങ്ങനെ കാണണം. ഇതെന്താ ഇത്, ഇതെന്താ ഇത്? അതെ മുടി ചീത്തായി അതിൻ്റെതാണ് കാണുന്നത്. അത് കഴിഞ്ഞു അത് കറക്റ്റ് ആയിട്ട് അവൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്തത്. സിമി കറക്റ്റ് ആയിരുന്നില്ല. സിമി എങ്ങനെ ചെയ്തത്? അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ സിമി വേറെ അങ്ങനെ ചെയ്തല്ലോ. ഹാനി എങ്ങനെ ചെയ്ത? ഹാനി അതെങ്ങനെ ചെയ്തെന്ന് പറഞ്ഞേ? ഇപ്പൊ ബേബി നല്ല ഇതിലാണല്ലോ. പല്ലുമ്പോ ഒരു ബ്ലാക്ക് ഇത് വന്നല്ലോ. ഇവളോ ഇപ്പോഴോ ഇന്നോ ഞായറാഴ്ച തിങ്കളാഴ്ച ആവട്ടെ. വേണ്ട ബേബി ഫുള്ളായിട്ട് ഇതിലിരിക്കാണ്. ഓ ഇവിടെ നോക്കിയേ വണ്ടികൾ അങ്ങോട്ടാ പോകുന്നത് കണ്ടില്ലേ. എവിടെ അല്ല ഇവിടുന്ന് വണ്ടി നേരെ അങ്ങോട്ട് പോകണ്ട. ആദ്യത്തെ കാണാൻ കുറച്ച് തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ അധികം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യല്ല, കാരണം നമ്മളുടെ ഇന്നത്തെ 2 പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭയങ്കര ടയർഡുമാണ്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോകാവുന്ന പരിപാടിയാണ്. കാരണം ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അതെ ഫാം ലാൻഡ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് ചാലോടുന്ന്. ഓക്കെ ഷിമ്മിയും അപ്പോൾ ഫോട്ടോസൊക്കെ ഇല്ല. പക്ഷെ എഡിയിൽ വന്നപ്പോൾ ചായ എടുത്തത് മാജിക് കണ്ടുപിടിച്ചു. ഇവിടെ അമേസിങ് പിക്ചർ ഇവിടെ ആരും കണ്ടുപിടിച്ചു ഞാൻ തോന്നുന്നു. പക്ഷേ ചാലു കണ്ടുപിടിച്ചു ഗൈസ്. ഇതുണ്ടല്ലോ ആരും കാണാട്ടെ. ഇതുണ്ടല്ലോ ഈ സാധനമല്ലോ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അത് മാജിക് സാധനമാണ്. നോക്കി സ്മൈലി ഫേസ്, അവിടെ 2 കണ്ണുമുണ്ട്, വാഴയ്ക്ക് വേണ്ടി ഹോളും ഉണ്ടായിട്ടുണ്ട്. ആരും 20 കണ്ടുപിടിക്കാറുള്ള സംഭവം ചാലു കണ്ടുപിടിച്ചു. ചക്കോണില്ലോ പണ്ടിട്ട് കാട്ടുണ്ടല്ലോ ബിൽഡിങ്സ് വെച്ചിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നോക്കി. അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇൻസൈഡ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ചാലു കണ്ടുപിടിച്ചു. ഓക്കെ അപ്പോൾ ഇന്നത്തെ ട്രാവൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകും. ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോവാ. പിന്നെ റൂമിലാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റീസ് എല്ലാതും. ജാനി വാ, ഹാനി വാ. അപ്പോൾ അവിടെ പോവാ, ചായ കുടിക്കുക, ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. ടാറ്റാ.